ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. ബ്രേക്ക് ഞാൻ പമ്പ് ചെയ്തിട്ടാന്ന് വിചാരിച്ചത്. റിയൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ സമയം 10:56 ഇപ്പോഴാണ് ഞാൻ ഇരിക്കണത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. മൈ ലൈഫ് അടിപൊളിയായിരിക്കാം എന്ന് പറഞ്ഞു ചിലപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പിടിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി പോവാം. എണീറ്റ് വരുമ്പോൾ തന്നെ കണി റിജിമോൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. ഗുഡ് മോർണിംഗ് പറയുന്നത് അപ്പനും ചേട്ടനും ഇരുന്ന് കോൾ ചെയ്യുന്നുണ്ട്. ആരുമല്ല, ഞാൻ യൂട്യൂബിലിടാൻ ചിച്ചിരുമണിയാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇനി നമുക്കൊന്ന് പല്ലേക്കണം, കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ പിടിക്കണം. ഇന്ന് നമ്മുടെ പരിപാടി തൃശ്ശൂർ ഗ്യാരേജിൽ പോകണം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ബൈക്ക് എടുത്ത് പോകാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് പോകണേ. നമ്മുടെ ബൈക്കിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തുടങ്ങാൻ പോവാണ്. വർക്ക് കസ്റ്റം ചെയ്യാനായിട്ടുള്ള മൂഡിൽ നിൽക്കണം ഞാൻ. അപ്പോൾ ബൈക്കിൻ്റെ പരിപാടികൾ ഇപ്പം അടുത്ത് തന്നെ നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്തായാലും പല്ലേച്ച് പരിപാടി കഴിഞ്ഞിട്ട് വരാം. പല്ലേപ്പം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. വണ്ടി രണ്ടും നല്ല ചെടിയായിട്ടിരിക്കുക. പനീൻ്റെ മേലെ നോക്കി കുറച്ച് ഇലയൊക്കെ വീണ് സീനായിട്ടിരിക്കുക. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് നേരെ നമുക്ക് റെഡി ആയിട്ട് പോവാം. അതെ, നമ്മൾ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറ എടുത്തിട്ടുണ്ട്. ക്യാമിൻ്റെ വാട്ടർ പ്രൂഫ് കേസ് എടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് മഴ വെയിലടിക്കണമെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ എടുത്തിട്ട് സ്ലീവ്ലെസ് ഇട്ടാണ്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് എങ്ങനെ കാണിക്കും? ഔട്ട്ഫിറ്റ് പിന്നെ കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഹെൽമെറ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു. നൈസിൽ ഒരു പൂപ്പലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഒരു ബാലഗ്ലൗവ് മേടിക്കണം. എനിക്ക് തലയിലോട്ട് മറ്റേ സാധനമില്ല കറുപ്പ, അതില്ല. അപ്പോൾ അത് മേടിക്കണം. അത് കാണാതെ കുറേ നാളതിൽ വണ്ടി എടുത്തിട്ട്, അതുകൊണ്ട് അതൊക്കെ മിസ്സായി. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. സാധനം ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ റിജിമോളിൽ നിന്ന് ചോർന്നുണ്ട്. അങ്ങനെ നമ്മളിത് വണ്ടി എടുക്കാൻ പോവാണ്. അതിന് മുമ്പ് വണ്ടി നിറച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് നൈസിലൊന്ന് കഴുകണം. വെയിലാണ്. ഇത്ര നേരം നല്ല മഴക്കാലം മഴ മൂടൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസിൽ നിൽക്കുമായിരുന്നു ക്ലൈമറ്റ്. ഇപ്പം നൈസ് വെയിലായി. ഇപ്പം എന്തായാലും നമുക്ക് വണ്ടി വാഷ് ചെയ്തിട്ട് നൈസിൽ തീർക്കാം. എന്തായാലും നമ്മുടെ ബീമും ചെളി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് വാഷ് ചെയ്യണം. വെള്ളം വന്നു തുടങ്ങി. എന്തായാലും നമ്മുടെ ചെറുക്കനൊന്ന് നൈസിൽ വാഷ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം എടുക്കണോണ്ട് ഫ്യൂവൽ എന്തോറുണ്ടെന്നൊന്നും നോക്കി കൊടുത്തില്ലേ. റിസർവ് കാണിക്കണം. അപ്പോൾ അടുത്ത 9 എത്തുന്നു വിചാരിക്കാം. പേഴ്സ് എടുത്തിട്ടുണ്ട്, ഫോൺ എടുത്തിട്ടുണ്ട്, GoPro ആക്സറീസ് എടുത്തിട്ടുണ്ട്. അയ്യോ മാറാതിരിക്കണം. നോക്കിയേ. ഓക്കെ, കോൾ സ്റ്റാർട്ട്. എത്ര നാൾക്ക് ശേഷം വണ്ടി എടുത്തിറങ്ങാം. അയ്യോ, കുറേ നാൾക്ക് ശേഷം എടുത്തുകൊണ്ട് വണ്ടി ഓടിക്കാനൊരു ഭയങ്കരമായിട്ട് ഇരുന്നതിൻ്റെ ഒരു സാധനം കിട്ടുന്നുണ്ട്. നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടോ, ടേബിൾ ടൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക് വേണ്ട, ബ്രേക്ക് ഒട്ടുമില്ല, ഒട്ടും ബ്രേക്കില്ല. ബാക്ക് ബ്രേക്കും പോയി എടുക്കുക. അപ്പോൾ നമുക്ക് തുമ്പത്തെടുക്കുമ്പോൾ നൈസിൽ ബ്രേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എയർ കുറവുണ്ട്, അത് കുറച്ച് സീനുണ്ട്. നമുക്ക് എന്തായാലും ആദ്യത്തെ പമ്പിലേറ്റ് കുറച്ച് എയർ അടിക്കാം. ബ്രേക്ക് ഞാൻ പമ്പ് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചാൽ. പിന്നെ ആക്സിലേറ്റർ കേബിൾ കിടന്ന് നൈസിൽ ആട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം. ഗ്യാരേജിലുണ്ട്, അതാണ് നമ്മുടെ ഗ്യാരേജ്. പക്ഷെ നമ്മളൊരു മണ്ടത്തരം കാണിച്ചത് ഇതിലേ വന്നത്. അപ്പുറത്തെ സർവീസ് റോഡ് ഇറങ്ങി വന്നാൽ നമുക്ക് നൈറ്റിൽ ബ്ലോക്കില്ലാണ്ട് പോയായിരുന്നു. സാധനം നമ്മളിത് ഗ്യാരേജിലെത്തി. ഒരു ലഞ്ച് കൈയിലും പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിൽ വീഡിയോസ് പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മൊബൈലും എടുക്കുന്നുണ്ട്, പിന്നെ ഒരു സെറ്റ് ടൈപ്പ് 3 എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റെസിനേറ്റർ കയറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ ഒരു സെന്ന് കാർബറേറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പണിത വണ്ടി. ഇതിൻ്റെ കാർബറേറ്റർ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്, റൈസസ് ട്രക്സ്. ഇപ്പോൾ നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടിയുടെ കാണാം.
ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. അത്യാവശ്യം നല്ലൊരു കോക്പിറ്റ് മൂഡ് ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പില്ലർ ലൈറ്റ്സ്, പില്ലറിൻ്റെ മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് കാറുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. ഇതിപ്പോൾ മാപ്പ് ചെയ്തിട്ടാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ മാപ്പിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് മിഡ് ക്യാനും കയറ്റണം. അപ്പോൾ ഇതിൻ്റെ മാപ്പിങ്ങും കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യും. പിന്നെ ക്യാനും മാറ്റിയിട്ട് ഇതിൽ കയറ്റും. ഇപ്പോൾ തൽക്കാലം എക്സോസ്റ്റ് ഇല്ലാത്ത സൗണ്ടാണ് വണ്ടിയുടെ കയറ്റം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസിൽ വന്ന് വണ്ടിയുടെ ഫുള്ള് വാക്ക് അറൗണ്ട് റിവ്യൂ എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇതിൻ്റെ വാക്ക് അറൗണ്ട് റിവ്യൂവിൽ നമുക്ക് ഫുള്ള് കാര്യങ്ങൾ കാണാം. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റം ചെയ്തിട്ടുണ്ട്. എ ടു സെറ്റ് ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ വണ്ടിയിലെ കസ്റ്റമറാണ്. പിന്നെ നമുക്ക് കുറച്ച് പിള്ളേരൊക്കെ പരിചയപ്പെടുത്തി തരാം ഞാൻ നമ്മുടെ ഗ്യാരേജിൽ. ഇതാണ് സ്വിഫ്റ്റിൻ്റെ ആൾ. ഇത് ഓഷ്യൻ അല്ലേ കൂട്ടാ? ആയിക്കോട്ടെ. ഗ്യാരേജിൻ്റെ ഒരു പാർട്ട്ണർ, വേറെ ഒരാൾ അകത്ത്. ആരെ? മറ്റവനോ? അതെ ഇതെ. മെയിൻ ആളെന്ന് വെച്ചാൽ ലോലു. ലോലു ഉണ്ട് ആൾ, മെയിൻ ആൾ. ഇവൻ്റെ ബെല്ലിപ്പൻ അല്ല പേപ്പൻ. അടി നമ്മൾ ഇതിൻ്റെ എക്സോസ്റ്റ് നൈസിൽ ചേഞ്ച് ചെയ്തിട്ടേക്കാം. അല്ല മറ്റേ ഈ എൻഡ് ക്യാനായിരുന്നു. അപ്പം ഇത് മാറ്റിയിട്ട് നമ്മൾ നൈസിൽ വലിയൊരു എൻഡ് ക്യാനായിരുന്നു അല്ലേ? ഗൈസ് ഫൈനലി നൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടികളുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റിൽ നമ്മൾ ഒരു എന്താ കൊടുത്തത്, റെസിനേറ്റർ കൊടുത്ത് ഡുവൽ ടിപ്പ് ഇട്ടു. ഡുവൽ ടിപ്പ് ഇട്ടു. നല്ല ചൂടായിരിക്കട്ടെ. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ഹോട്ട് ആൻഡ് സെക്സി എക്സോസ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ആസഫ്. അവിടെ മച്ചാനെ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ. പില്ലർ ലൈറ്റ് കൊടുത്ത് നേരത്തെ കാണിച്ച പോലെ അടിപൊളിയാണ്. ഞാൻ ഈ നൈസിലിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ന്യൂട്രല്ലേ? ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നൈസിൽ ചവിട്ടിയാൽ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഇതിൻ്റെ ഇതെവിടെ സ്വിച്ച് എവിടെ? റിമോട്ടിൻ്റെ സ്വിച്ച് എവിടെ? വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ട് ഇതാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഒന്ന് വാലോട്ട് വേണ്ടി ഓണാക്കാം. അന്നൊരു സൗണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തത് സ്റ്റേജ് 1+ ട്യൂണിങ് ആണ്. അതിലാണ് ഈ പോപ്സും കാര്യങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വണ്ടിയുണ്ട് നല്ലൊരു ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, എക്സോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ പിള്ളേരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പേര് പറ. ഓഷ്യൻ കമ്പനിയുടെ അപ് ടു ഡേറ്റ് ട്യൂണിങ്. പിന്നെ ക്രൈസിസ് എക്സ് നമ്മുടെ എക്സോസ്റ്റ് അടിക്കാൻ ഇതാണ് ആസഫ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നൈസിൽ DM അല്ലെങ്കിൽ നമ്മുടെ ബയോയിൽ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ ഇത് അല്ലെൻ്റെ ആസ ഇത് എക്കോഡ്. എൻ്റെ പൊന്നി ഡ്യുവൽ ടിപ്പൊക്കെ വെച്ചിട്ട് കില്ലാടെ എക്കോഡ് അല്ല അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടികൾ. അമലിൻ്റെ വണ്ടി പറഞ്ഞില്ലല്ലോ. അതെ അമലിൻ്റെ വണ്ടി. ഇതിൽ നമ്മളിതേപോലെ ഡുവൽ ടിപ്പ് ഇട്ടാണ്. അത് സിംഗിൾ പോയിന്റ് ഡുവൽ ടിപ്പായിട്ട് ഇട്ടിട്ട് ഇതിലും നമുക്കൊരു ഫ്ലെയിം കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും വാലോട്രോണിക് ആണ്. എല്ലാ വണ്ടികളും അത്യാവശ്യം വാലോട്രോണിക് ആയിട്ട് നീറ്റായിട്ട് കൊണ്ട് നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു പരിപാടി. ഇനി നമുക്ക് കുറച്ച് റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകാം. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നൈസിലൊരു ഷോ കേസിൽ പോലെ നൈസ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തന്നെ നൈസായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട് ഞാൻ വേണ്ടീനെ. പിന്നെ ഇവിടെ നമ്മുടെ എക്കോഡ്, ബൊംബിലിയോ, സ്വിഫ്റ്റ്, പിന്നെ പോളോ, ഇതൊക്കെ കൂടി നമ്മൾ നൈസിലൊരു റണ്ണിങ് ഷോട്ട് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ബാഗൊക്കെ എടുത്ത് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ബാഗിൽ ഗിംബലും കാര്യങ്ങളും ചാർജറും എല്ലാതും എടുത്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് നൈസിൽ പോയിട്ട് വീഡിയോസ് എടുക്കാം. നമ്മൾ നൈസിൽ റണ്ണിങ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 2-3 പിള്ളേർ നമ്മളെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഒരു കോഫി ഒക്കെ കുടിച്ച് നൈസിൽ ഇറങ്ങാണ്. ഇപ്പോൾ കുതിരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സൗണ്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ വീഡിയോഗ്രാഫർ അമൽ. അപ്പോൾ വീഡിയോഗ്രാഫി, ഓട്ടോമോട്ടീവ് കണ്ടന്റ് വീഡിയോഗ്രാഫറിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവൻ്റെ ഇൻസ്റ്റയുടെ ബയോ കാഴ്ച കൊടുക്കാം. അപ്പോൾ നൈസിലൊന്ന് ചൂണ്ടി നോക്കും, ചിലപ്പോൾ ഇതാവും വരും അല്ലേ? അതൊക്കെ അത്രയോളം. പിന്നെ ഞാനും ചെറിയ രീതിക്ക് വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിലും കുറച്ച് വീഡിയോഗ്രാഫി പരിപാടികൾ ആ പരിപാടികളൊക്കെ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലിരുന്നുള്ള ഒരു സൗണ്ട്. നമുക്ക് നെൻസിൽ നോക്കാം എങ്ങനെയാണ് സാധനം. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും പോകാൻ നിൽക്കല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാറ്. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ. ബൈ പറയണ എല്ലാവരും.